അതായത് മേരി മേജർ ബസീലിക്കയിലാണ് ഇവിടെയാണ് അടക്കം ചെയ്യാൻ പോകുന്നത്. സാധാരണയുള്ള എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അർത്ഥവത്തായി ജീസസ് ക്രൈസ്റ്റിനെ പോലെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തി. ഭയങ്കര രസകരമായ കഥയാണ്. നമ്മളിത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ 2 കഥകളുണ്ട്. ഒന്ന് ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മറ്റൊന്ന് ബയോഗ്രഫി ഉണ്ട്. ഹോപ്പ് എന്നുള്ള പറയുന്ന മറ്റൊരു ബയോഗ്രഫി ഉണ്ട്. അതേപോലെ മൈ സ്റ്റോറി മൈ ലൈഫ് ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിലൊക്കെ രസകരമായ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന രസകരമായൊരു അനുഭവം, അദ്ദേഹം പണ്ട് ഈ കളി കാണാൻ പോകുന്ന സമയത്ത് നമ്മളെയൊക്കെ പോലെ മെസ്സിക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന, അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഒരു കളി ആരാധകനായിരുന്നു. എൽ സോറൻസോ എന്ന് പറയുന്ന ക്ലബിലെ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. ഏതായാലും അദ്ദേഹം ഈ ആർച്ച് ബിഷപ്പായിട്ടും കർദിനാളുമായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജൻറ്റീനയിൽ. അപ്പോൾ അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പാണ്. അപ്പോൾ ആർച്ച് ബിഷപ്പിന് സഞ്ചരിക്കാൻ ഒരു വലിയ ലിമോസിൻ കാറുണ്ട്. ആഡംബരങ്ങളുടെ അവസാന വാക്കായ ഒരു ലിമോസിൻ കാർ. അദ്ദേഹം ആ കാർ വേണ്ടെന്ന് ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു ഫിയറ്റ് കാർ തിരഞ്ഞെടുത്തു. ഒരു പെപ്പൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന വലിയ, ഇപ്പം അദ്ദേഹം പോപ്പായി കഴിഞ്ഞതിന് ശേഷം താമസിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. കാരണം വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ അധിപനാണല്ലോ. നമ്മുടെ പ്രസിഡന്റ് പാലസ് പോലെ അതിനേക്കാൾ സൗകര്യങ്ങളുള്ള ഒരു വത്തിക്കാൻ കൊട്ടാരമുണ്ട്. ആ വത്തിക്കാൻ കൊട്ടാരം അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു 2 മുറി അപ്പാർട്ട്മെന്റിലേക്ക് ചുരുങ്ങി.